അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1305. ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദുആഇൻ ലാ യുസ്മഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആയിരുന്നു. അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു ദുആ ആണിത്. 4 കാര്യങ്ങളെ തൊട്ട് അവിടുന്ന് എപ്പോഴും കാവൽ തേടാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഉപകാരമില്ലാത്ത ഇൽമ്, അതുകൊണ്ടൊരു കാര്യമില്ല. വിജ്ഞാനം അത് ഉപകരിക്കുന്ന വിജ്ഞാനമായിരിക്കണം, എന്നാലേ അതുകൊണ്ട് ഫലം ലഭിക്കുള്ളൂ. നാഫിയ ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ്, പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഉപകാരപ്രദമായ ഇൽമായിരിക്കണം. ഇൽമുണ്ട്, ഒരു അമലുമില്ല, അതുകൊണ്ട് ഒരു ഫലമില്ല. ഉപകാരപ്രദമായ ഇൽമ് ആയിരിക്കണം നമ്മുടെ ഇൽമ്. ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭക്തിയില്ലാത്ത ഹൃദയം, അതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഹൃദയം, ഉറച്ച ഹൃദയമുള്ളവരുണ്ടാവും. എന്ത് ഉപദേശം കേട്ടാലും എന്ത് നസീഹത്തിൽ കിട്ടിയാലും ഖൽബിന് ഒരു മാറ്റമില്ല, ഇബാദത്തിനോടൊരു താല്പര്യമില്ല, നല്ല കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ആ രൂപത്തിലുള്ള ഹൃദയം ഉണ്ടായിട്ട് ഒരു ഫലമില്ല. ഖൽബ് നന്നായാൽ എല്ലാം നന്നാവുമെന്നാണ്. ഭക്തിയുള്ള ഹൃദയത്തിന് ഉടമയാവണം. അപ്പോൾ ഭക്തിയില്ലാത്ത ഹൃദയത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, വയറ് നിറയാത്ത ശരീരം, എത്ര തിന്നാലും മതിയാവുന്നില്ല, വീണ്ടും കിട്ടണം എന്ന ചിന്തയാണ്, തിന്നിട്ട് വയറ് നിറയുന്നില്ല. അങ്ങനെ ആവുമ്പോൾ ഹറാമിലേക്ക് എത്തിപ്പെടും. ഹറാമായ ഭക്ഷണങ്ങളൊക്കെ തിന്നാൻ അത് കാരണമാകും. അപ്പോൾ വയറ് നിറയാത്ത ശരീരത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ദുആഇൻ ലാ യുസ്മഅ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന, അതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ദുആ ഉത്തരം ലഭിക്കുന്ന ദുആയാവണം. അപ്പോൾ അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മെ കോപിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് നമ്മോട് എന്തോ വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്. നമ്മൾക്ക് അള്ളാഹു ഇഷ്ടമില്ലാത്ത എന്തോ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കേൾക്കാത്ത, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയെ തൊട്ടും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഈ 4 കാവൽ അടങ്ങിയ ഈ ദുആ നാം ഒക്കെ പതിവാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ്. മുത്തുനബി ഇത് ദുആ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? നബി തങ്ങളുടെ ഇൽമ് എന്തായാലും ഉപകാരപ്രദമാണ്. നബി തങ്ങളുടെ ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടും. നബി തങ്ങളാണ് ഏറ്റവും ഭക്തിയുള്ള ആള്. ഇതൊക്കെ നമുക്കറിയാം. പിന്നെന്തിനാ മുത്തുനബി ദുആ ചെയ്യുന്നത്? ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, നാം പതിവാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ദുആ നാം ഒക്കെ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.